തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളൂരിന് സമീപം ആക്കുളം റോഡിൽ നീർനായ്ക്കളുടെ കൂട്ടത്തെ കണ്ടെത്തിയത് പരിഭ്രാന്തി പടർത്തി. ഉള്ളൂർ ആക്കുളം റോഡിൽ പ്രശാന്ത് നഗർ ജംഗ്ഷന് സമീപം ഐത്തടി പോക്കറ്റ് റോഡിലാണ് ഇവയെ കണ്ടത്. ഇന്നലെ രാത്രിയാണ് നീർനായ്ക്കൾ തോട്ടിൽ നിന്നും റോഡിലേക്ക് കയറി വന്നത്. തോട്ടിൽ നിന്ന് റോട്ടിലേക്ക് കയറി വന്ന നീർനായ്ക്കൾ ആളനക്കം കണ്ട് ചെറുവൈക്കൽ ഭാഗത്തേക്ക് പോയി മറഞ്ഞു. ഐത്തടി റെസിഡന്റ് അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് നീർനായയെ പറ്റിയുള്ള വിവരം ആദ്യം വന്നത്. അസോസിയേഷൻ അംഗം ജയന്റെ മകൻ ഉണ്ണിക്കുട്ടൻ രാത്രി ജോലി കഴിഞ്ഞു വന്നപ്പോൾ സ്വാതി സുനിലിന്റെ വീടിന് മുന്നിൽ തോട്ടത്തിൽ നിന്നും കയറി റോഡ് മാർഗം നേരെ ചെറുവൈക്കൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിരിക്കുന്നത്. വോയിസ് മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. ഇത്രയും നീർനായ്ക്കൾ കൂട്ടത്തോടെയാണ് പോയിരിക്കുന്നത്. ഇവ ഏതെങ്കിലും വയലിലോ ഏതെങ്കിലും പുരയിടത്തോ കയറിക്കിടക്കും. ശ്രദ്ധിക്കണം. ഇവ അക്രമാസക്തമാകുന്ന സാധനമാണ്. ആൾക്കാരെ കടിക്കും. അതുകൊണ്ട് കുട്ടികളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത് സൂക്ഷിച്ചു കൊള്ളണം. കൊച്ചുകുട്ടികളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുന്നത് സൂക്ഷിച്ചു വേണം. ആ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഇവ കാണും. എല്ലാവരും മുൻകരുതൽ എടുക്കണമെന്നും മെസ്സേജ് പാസ് ചെയ്യണമെന്നും വോയിസ് മെസ്സേജിൽ മുന്നറിയിപ്പ് നൽകുന്നു. തൊട്ടടുത്തുള്ള വേലിക്കായലിൽ നിന്ന് തോട് മാർഗം കയറി വന്നതാകാം നീർനായ്ക്കൾ എന്ന് കരുതുന്നു. കൂട്ടമായി വന്നിട്ടുള്ളതിനാൽ ആക്രമണ സാധ്യത തള്ളാനാവില്ല എന്നും വോയിസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ കാട്ടാനകളും കടുവയും പുലികളും ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി ജീവിതം ദുസ്സഹമാക്കുന്നതിനിടയിൽ തീരപ്രദേശത്ത് നിന്നും ഇത്തരം വാർത്തകൾ വരുന്നത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്താണ് ഉള്ളൂരും പ്രശാന്ത് നഗറും എന്നതും ഭീഷണിയുടെ ഗൗരവം കൂട്ടുന്നു.